ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പഴയ സിനിമകളൊക്കെ പുതുക്കിപ്പണിഞ്ഞ് തിയേറ്ററിലെത്തിച്ച് പണം വരുന്ന പുതിയ ട്രെൻഡിലേക്ക് മലയാള സിനിമയും മാറിക്കഴിഞ്ഞു. മലയാള സിനിമയിൽ ആദ്യമായി 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിച്ച സിനിമ സ്ഫടികമാണ്. മോഹൻലാൽ നായകനായി ഭദ്രൻ സംവിധാനം ചെയ്ത് 1995 തിയേറ്ററിലെത്തി വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് സ്ഫടികം. ചിത്രത്തിൽ തിലകൻ, സിൽക്ക് സ്മിത, ഉർവശി, NF വർഗീസ്, സ്ഫടികം ജോർജ് എന്നിങ്ങനെ വളരെ മികച്ച ഒരു താരനിരയും അണിനിരന്നിരുന്നു. അന്ന് സിനിമയുടെ ബഡ്ജറ്റായി പറഞ്ഞു കേട്ടിരുന്നത് 75 ലക്ഷം രൂപയായിരുന്നു. അതേസമയം ചിത്രം ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി 7.5 കോടിയോളം രൂപയും നേടിയെടുത്തിരുന്നു. പിന്നീട് 4K റീമാസ്റ്റർ പതിപ്പായി 2023 ഫെബ്രുവരി 9 ഈ സിനിമ തിയേറ്ററിലെത്തിച്ചത്. ഏകദേശം 1.5 കോടി രൂപ ചെലവിലാണ് ഈ ചിത്രം 4K റീമാസ്റ്റർ പതിപ്പാക്കി മാറ്റിയതെന്ന് സംവിധായകൻ ഭദ്രൻ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രം ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി കേരളത്തിൽ നിന്ന് 3 കോടി 10 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 5.5 കോടി രൂപയുമാണ് നേടിയെടുത്തിരുന്നത്. അങ്ങനെ 2023 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത സ്ഫടികത്തിന് ശേഷം ഇപ്പോൾ 2024 ജൂലൈ 26 മോഹൻലാലിനെ നായകനാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത് 2000 തിയേറ്ററിലെത്തി വൻ പരാജയം ഏറ്റുവാങ്ങിയ ദേവദൂതൻ റിലീസ് ചെയ്ത് വൻ വിജയം ഇപ്പോൾ നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രം കേരള ബോക്സ് ഓഫീസ് സ്ഫടികത്തെയും മറികടന്ന് 4 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. ദേവദൂതൻ എന്ന മോഹൻലാൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 5 കോടി 25 ലക്ഷത്തോളം രൂപയാണ്. അപ്പോൾ ഏകദേശം 1 കോടിക്ക് മുകളിൽ 4K റീമാസ്റ്റർ പതിപ്പിന് ചിലവായിട്ടുണ്ടെങ്കിലും ഈ സിനിമയും വൻ വിജയമാണ് നിർമ്മാതാവിന് നേടിക്കൊടുത്തിട്ടുള്ളത്. മോഹൻലാലിന്റെ തന്നെ അടുത്ത ഒരു 4K റീമാസ്റ്റർ പതിപ്പായ മണിച്ചിത്രത്താഴ് ഈ ആഗസ്റ്റ് 17 ചിങ്ങം 1 തിയേറ്ററിലെത്തുകയാണ്. ഈ സിനിമ മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി, ഇന്നസെന്റ് എന്നിങ്ങനെ വൻ താരനിരയുമായി 1993 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത സിനിമയാണ്. ഫാസിൽ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ 4K റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററിലെത്തുമ്പോൾ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ജനം തിയേറ്ററിലെത്തും എന്ന് ഏകദേശം ഉറപ്പാണ്. മോഹൻലാലിന്റെ തന്നെ 4ാമത്തെ 4K റീമാസ്റ്റർ പതിപ്പായിട്ട് ഇനി ഒരു സിനിമ കൂടി വരാനിരിക്കുകയാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത് 1994 തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയാണ് അത്. ശോഭന, നെടുപിടി വേണു, ശ്രീനിവാസൻ, കുതിരവട്ടം പപ്പു, സുകുമാരി എന്നിങ്ങനെ വളരെ മികച്ച താരനിരയുള്ള ഈ സിനിമ നിലവിൽ 6 മാസത്തിനുള്ളിൽ 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തും എന്നാണ് ഇന്നലെ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അതേസമയം മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമയായ ചിത്രീകരണം പൂർത്തിയായി ഓണത്തിന് റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ബറോസ് ഒക്ടോബറിലേക്ക് റിലീസ് മാറ്റിവെച്ചിരിക്കുകയുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് മമ്മൂട്ടി ചിത്രമായ ബസൂക്കയാണ്. ബറോസിനൊപ്പം സെപ്റ്റംബർ 12 നേരത്തെ ഈ സിനിമയുടെ റിലീസിംഗും പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഓണ റിലീസ്. ആ സിനിമയുടെ റിലീസിംഗ് നേരത്തെ മാറ്റിവെച്ചിരുന്നു. ടിനോ ടെന്നീസ് ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ബസൂക്കയുടെ ടീസർ നാളെ, അതായത് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക് റിലീസ് ചെയ്യപ്പെടും എന്ന അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ബോളിവുഡിൽ നിന്നുള്ള ഒരു വമ്പൻ റിലീസിംഗ് നാളെ ആഗസ്റ്റ് 15 സ്ത്രീ 2 എന്നാണ് സിനിമയുടെ പേര്. 2018 തിയേറ്ററിൽ വൻ വിജയം നേടിയെടുത്ത സ്ത്രീ എന്ന ഹൊറർ ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് ഈ സിനിമ. അമർ കൗശിക്കാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ശ്രദ്ധ കപൂർ, രാജ്കുമാർ റാവു, പങ്കജ് ത്രിപാഠി, അഭിഷേക് ബാനർജി എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. ഈ സിനിമ പ്രീസെയിൽ ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 55 കോടി രൂപ ഇതുവരെ നേടിയെടുത്തിട്ടുമുണ്ട്. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് തിയേറ്ററിലെത്തുന്ന ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് സ്ത്രീ 2 തന്നെയാണ്. നാളെ ആഗസ്റ്റ് 15 തിയേറ്ററിലെത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ചിയാൻ വിക്രം നായകനായി പാൻ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാൻ ആണ്. ഈ സിനിമയുടെ കേരള വിതരണാവകാശം ഗോകുലം മൂവീസിനാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ കേരള പ്രീസെയിൽ ബുക്കിംഗ് ഞായറാഴ്ച തന്നെ ആരംഭിച്ചിരുന്നുവെങ്കിലും നിലവിൽ അത്ര വലിയ കളക്ഷനൊന്നുമല്ല ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 10 ലക്ഷത്തിൽ താഴെ കളക്ഷൻ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതേസമയം തങ്കലാൻ എന്ന സിനിമയുടെ തമിഴ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 കോടി 20 ലക്ഷം രൂപ വരെ അവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് നാളെ തിയേറ്ററിലെത്തുന്ന പ്രധാനപ്പെട്ട സിനിമ നുണക്കുഴിയാണ്. ബേസിൽ ജോസഫ് നായകനാകുന്ന ഈ സിനിമ ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. വളരെ നാളുകൾക്ക് ശേഷം മനോജ് കെ ജയൻ മികച്ച റോളിലെത്തുന്ന ഈ സിനിമയിൽ ഗ്രേസ് ആന്റണിയാണ് നായിക. സ്വാസിക, സിദ്ദീഖ്, ബൈജു സന്തോഷ്, സൈജു കുറുപ്പ്, അജു വർഗീസ് എന്നിങ്ങനെ മറ്റ് താരനിരകളും സിനിമയിലുണ്ട്. പുതുമുഖ താരങ്ങൾ അഭിനയിക്കുന്ന വാഴ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മലയാള സിനിമ നാളെ ആഗസ്റ്റ് 15 തിയേറ്ററിലെത്തുന്നുണ്ട്. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് വിപിൻ ദാസ് ആണ്. നിലവിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമകളിൽ മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയെടുത്ത് മുന്നേറുന്നത് ആസിഫ് അലി നായകനായി ആഗസ്റ്റ് 9 തിയേറ്ററിലെത്തിയ അഡിയോസ് അമീഗോ തന്നെയാണ്. നഹാസ് നാസർ സംവിധാനം ചെയ്ത ഈ സിനിമ നിലവിൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 3.5 കോടിയോളം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 4 കോടി 25 ലക്ഷത്തോളം രൂപയും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒരാഴ്ചയിലേക്ക് കടക്കുന്ന ഈ സിനിമ അത്യാവശ്യം തുടക്കത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വരുന്ന സിനിമകൾ അഡിയോസ് അമീഗോ എന്ന ഈ ആസിഫ് അലി ചിത്രത്തിന് എത്രത്തോളം ഭീഷണിയാകും എന്ന് വരും ദിവസങ്ങൾ മാത്രമേ മനസ്സിലാക്കാനാകൂ. എന്തായാലും ഈ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.